വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭയം അങ്കുരിപ്പിക്കുന്ന എന്തും ഭയങ്കരമാണ്. അപ്പോൾ സുമതി വളവ് എന്നുള്ള ഒരു ചിത്രം ഭയങ്കര ചിത്രമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യ ലോകത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഈ പെൺകുട്ടി. കാരണം എന്തൊക്കെ വാക്കുകളാണ് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം നന്നായിട്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന വളരെ ആദ്യമായിട്ടാണ്. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം ഒന്ന് പറഞ്ഞതല്ല, ശരിക്കുള്ള വാക്കാതെന്ന് അറിയാൻ പാടില്ല. ആദ്യം തന്നെ തിരുവനന്തപുരംകാരോട് ഒരു വലിയ നന്ദി പറയുകയാണ്. കാരണം ആനന്ദ് ശ്രീബാലയുടെ പ്രൊമോഷനോട് വന്ന സമയത്ത് നല്ല കൈയടിയോടി തന്നെ ഞാനന്ന് പറഞ്ഞൊരു കാര്യത്തെ നിങ്ങൾ സ്വീകരിച്ചിരുന്നു. അടുത്ത സിനിമ നിങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്വന്തം കഥ ഞാൻ എടുക്കുന്നുണ്ട്, സുമതി വളവെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പറഞ്ഞ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷനായിട്ടാണ് ഞാൻ അടുത്ത തവണ ഇവിടെ വരുന്നത്. ദൈവം അനുഗ്രഹിച്ചു, കൂടെ നിന്നു. ഏകദേശം 85 ദിവസത്തോളം നീണ്ടു നിന്ന ഷൂട്ടിംഗ്, 6 മാസത്തോളം നീണ്ടുനിന്ന പ്രീ പ്രൊഡക്ഷൻ, ഇപ്പോൾ 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തീർത്ത് ഈ മാസം തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുമതിയോട്. കാരണം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഭയം എന്ന വാക്ക് അത് എന്താണ് എന്ന് കുറച്ചൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം കുറേ ചിരിക്കാനും. ഇതങ്ങനെ ഒരു ഡ്രാക്കുളയോ കോഞ്ചറിയും പോലത്തെ പടമൊന്നുമല്ല. ഫാമിലി ആയിട്ട്, കുട്ടികളായിട്ട്, മുത്തശ്ശിമാരുമായിട്ടും ഒക്കെ വന്ന് മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റിയൊരു സിനിമയാണ് സുമതിയുള്ളത്. ഈ യക്ഷിയോട് നമുക്ക് ഇതിൻ്റെ സ്നേഹമൊക്കെ തോന്നും. അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ടൈപ്പ് യക്ഷിയല്ല, എന്നാൽ പേടിക്കാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വിഷ്ണുമൊത്ത് ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ മാളികപ്പുറത്തിൻ്റെ തിരക്കഥ വിഷ്ണുവിനെ ഏൽപ്പിക്കുമ്പം അന്ന് വിഷ്ണുവും പുതിയ ആളാണ്, കമ്പയർ ചെയ്ത് ഞാനും അന്ന് പുതിയ ആൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആ സിനിമയുടെ തിരക്കഥയുമായി പല സ്ഥലത്ത് ചെല്ലുന്നു. പലരും അത് ചെയ്യാൻ മടിക്കുന്നു. ഇവർ പുതിയ ആളുകളല്ലേ, എങ്ങനെയാണ് ശബരിമല പോലെ സ്ഥലം വെച്ചൊരു സിനിമ ചെയ്യുന്നത്? അന്ന് ഞങ്ങളെ വിശ്വസിച്ച് വന്ന കുറച്ച് ആളുകൾ, അതിന് നിർമ്മാതാക്കളുണ്ട്, അതിൽ അഭിനയിച്ച ഉണ്ണിയുണ്ട്, കുറേയധികം താരങ്ങളുണ്ട്. അവരെല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത് ഒരു ലൈഫായിരുന്നു. ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ സിനിമ ഞങ്ങൾ ഒന്നിക്കാൻ, രണ്ടാമത്തെ സിനിമയ്ക്ക് ആദ്യത്തെ സിനിമയെക്കാളിലും ഒരു പണി മുകളിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് സുമതിയോട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം കുറച്ച് മുന്നേ ഈ കുട്ടികളുടെ ഡാൻസ് കളിച്ചപ്പം ഒരു 2 വർഷം പുറമോട്ട് പോയി. കാരണം മാളികപ്പുറത്തിൻ്റെ ഷൂട്ടും അതിൻ്റെ റിലീസ് കാര്യമൊക്കെ കുറേ പുറകിലേക്ക് പോയി. അപ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു വിരുന്ന് തന്നെ ആയിരിക്കും സുമതി വളവും. പ്രത്യേകിച്ച് തിരുവനന്തപുരക്കാർ ഫസ്റ്റ് ഡേ ഷോ കാണാൻ വേണം. നിങ്ങളുടെ യക്ഷിയാണിത്. മറ്റ് ജില്ലക്കാർ കണ്ട് വിജയിപ്പിക്കുന്ന മുന്നേ നിങ്ങൾ കൈയടിച്ച് വിജയിപ്പിച്ചാലാണ് നിങ്ങളുടെ യക്ഷീനെ ലോകം മുഴുവൻ കേൾക്കുന്നത്. അതുകൊണ്ട് സുമതി വളവ് കാണാൻ ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്തോ. കുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് ധൈര്യമായിട്ട് പോകുന്നു. തീർച്ചയായും ചേട്ടാ, നമ്മുടെ സ്വന്തം യക്ഷി അല്ലേ, നമ്മുടെ സ്വന്തം സുമതിനെ കുറിച്ചുള്ള സിനിമയാണല്ലേ അപ്പം സുമതി വളവ്. അതായത് നമ്മളിപ്പോൾ സുമതി വളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാലോടുള്ള സുമതി വളവിനെ പറ്റി കുറേ കഥകൾ അറിയാം, നമ്മൾ കേട്ടിട്ടുള്ള യഥാർത്ഥ സംഭവം അറിയാം. ഞങ്ങൾ ഈ സിനിമയിൽ ഈ വളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കഥ എൻ്റെ സ്വന്തമാണ്, ഞാൻ എങ്ങോട്ടും എടുത്തിട്ടില്ല. സ്വന്തം കഥയാണ്, അതിലേക്ക് ഞാൻ വളവെടുത്ത് വെച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ വിഷ്വൽ ട്രീറ്റായി മാറ്റിയിട്ടുണ്ട്. വിഷ്ണു എനിക്ക് തോന്നുന്നു മാളികപ്പുറം ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പേര് എനിക്ക് തോന്നുന്നു, ഞാൻ വിഷ്ണുവിനോട് എപ്പോഴും പറയും, വിഷ്ണു നമ്മുടെ രണ്ടാമത്തെ സിനിമയാണ് ജനങ്ങളെ വിലയിരുത്താൻ പോകുന്നത്. അപ്പം തുറന്നു പറയാം, ഒരു വിഷ്വൽ മാജിക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സുമതി വളവ് എന്നുള്ള സിനിമയിൽ. അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനമാകാൻ പോകുന്നൊരു സംവിധായകനാണ് വിഷ്ണു. അപ്പം സുമതി വളവ് അവൻ കഥ കേട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൽ എനിക്കാണ് സന്തോഷം. ഞാൻ അവരോട് ഈ വേദി വെച്ച് നന്ദിയും പറയുന്നു. പിന്നെ ഇതിൻ്റെ താരങ്ങൾ, എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ തിരുവനന്തപുരത്തുകാരനുണ്ട്, ഗോകുൽ സുരേഷ് ഗോപിയുണ്ട്. ഗോകുൽ ഇന്ന് മറ്റൊരു അത്യാവശ്യം അതിനോട് പോയിട്ട് വരാൻ പറ്റാതെ. പിന്നെ കുറേ അധികം താരങ്ങൾ ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. നന്ദിച്ചേട്ടനുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പാട്ടുകളും ട്രെയിലറും ഒക്കെ ഇറങ്ങുന്നുണ്ട്. കുറേ കൂടെ നിങ്ങൾക്ക് സുമതിയോട് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഒപ്പം വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ റിലീസിൻ്റെ തീയതിയും ഞങ്ങൾ അനൗൺസ് ചെയ്യും.